ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു സ്നാക്കാണ്. അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ, മധുരക്കിഴങ്ങ് അതായത് സ്വീറ്റ് പൊട്ടാറ്റോ ഒരു സൂപ്പർ ഫുഡാണ്. അപ്പോ സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനെ കാണുമ്പോൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലിട്ട് പോകാം. To the kitchen, it's time to get it right with MS Delight. Every meal's out of sight, from sizzling pans to flavors that pop. We're spicing it up non-stop. MS Delight, let's cook it up tonight. മധുരക്കിഴങ്ങിൻ്റെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മധുരക്കിഴങ്ങ് ക്ലീൻ ആയിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് മിഡിൽ ഒരു കട്ട് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. തിന്നായിട്ട് കട്ട് ചെയ്യണം, തിക്കാവാൻ പാടില്ല. ഈ രീതിയിൽ തിന്ന റൗണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ കിട്ടുന്ന സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ കളർ ഓറഞ്ചാണ്, നാട്ടിൽ വൈറ്റ് കളറാണ്. ഏത് സ്വീറ്റ് പൊട്ടാറ്റോ ആണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്കിതിലേക്കെല്ലാം ബാറ്റർ റെഡിയാക്കാം. ഇതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ 1/2 ടീസ്പൂണാണ് ഉപ്പ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ അയമോദകം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ പോലെ ആക്കുന്നുണ്ട്. ഒരു ദോശമാവിൻ്റെ പരുവത്തിലാക്കി എടുത്താൽ മതി. ഇതിലിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാറ്റർ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം നല്ല ഒന്ന് മിക്സായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നല്ല ബാറ്റർ കിട്ടി, ദോശമാവ് പോലത്തെ ബാറ്റർ കിട്ടി നമുക്കിപ്പോൾ. ഇതിലേക്ക് ഞാൻ നേരത്തെ മുറിച്ചിട്ട എല്ലാ മധുരക്കിഴങ്ങിൻ്റെ പീസസും ഇതിലേക്ക് ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. ഒരു നല്ല തിക്ക് ലെയർ കിട്ടും കേട്ടോ. ഇതുപോലെ തിക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തിക്ക് ലെയർ കിട്ടും. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഞാൻ ബാറ്ററിൽ മുക്കിയിടുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലും നല്ല പോലെ ഒരു ബാറ്റർ സെറ്റാവുന്നത് പോലെ നമുക്ക് നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കാം. അതിൻ്റെ ശേഷം ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് നല്ല ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഓരോന്ന് നമുക്ക് ഡിപ്പ് ചെയ്തിട്ടാം. ഓരോന്നായിട്ട് നമുക്കിടാം. ഇത് കണ്ടോ, നല്ല പോലെ ഒന്ന് ഫഫി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അടുത്ത സൈഡും കൂടി നമുക്കൊന്ന് തിരിഞ്ഞ് മറിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ട് സൈഡും നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. കണ്ടാൽ നല്ലൊരു സൂപ്പർ ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ആരെങ്കിലും ഗസ്റ്റ് വന്നെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒന്ന് മധുരക്കിഴങ്ങിൻ്റെ പൊടി, നമ്മുടെ നാട്ടിലേക്ക് ഇതിന് പൊടി എന്ന് പറയും കേട്ടോ. മംഗലാപുരം കാസർഗോഡ് ഭാഗത്ത് ഇതിന് കിഴങ്ങ് പൊടി എന്ന് പറയും. വേറെ നാട്ടിൽ എനിക്ക് എന്താ ഇതിൻ്റെ പേരെന്ന് അറിയില്ല. എൻ്റെ നാട്ടിൽ പൊടി എന്ന് പറയും. ഗണസിൻ്റെ പൊടി എന്ന് കന്നഡത്തിൽ പറയും. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, എന്തൊരു ഫ്ലഫി ആയിട്ടുള്ള സൂപ്പർ ഡിഷാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മൾ കിഴങ്ങ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. അതിൻ്റെ ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റുമായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചൂട് ചായയുടെ കൂടെ ഇത് ഇല്ലെങ്കിൽ ചൂട് കട്ടൻ കാപ്പിയുടെ കൂടെയും കട്ടച്ചാരം കൂടെയും ഇത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.